പറയുന്നതിനെ നിഷേധിക്കുന്നവരെ വധിക്കണമെന്നും എന്നിട്ട് അവരുടെ ശവങ്ങൾ ഈ നജസ്സുകളും അതേപോലെ തന്നെ വേസ്റ്റുകളും കൊണ്ടുപോയി ദൂരെ എറിയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിലിടണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം ഇബ്നു ഖുസൈമ പറഞ്ഞ എന്താ, അഹ്ലുൽ മില്ലത്തും അഹ്ലുൽ ദിമ്മത്തും അവരുടെ ശവത്തിന്റെ ദുർഗന്ധം കാരണത്താൽ ബുദ്ധിമുട്ടാൻ പാടില്ല, അങ്ങനെ വിട്ടുകൊണ്ടുപോയിട്ടുണ്ടെന്നാണ്. അഹ്ലുൽ മില്ലാറിനാലും മാപ്പിളാര മുസ്ലിംസ്, അഹ്ലുൽ ദിമ്മാറിനാല അമുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും അവരുടെ മയ്യത്തിന്റെ ദുർഗന്ധം ഉപദ്രവകരമാകരുത്. അതുകൊണ്ട് തന്നെ ആരും അടുക്കാത്ത ശവങ്ങളൊക്കെ കൊണ്ടുപോയിടുന്ന സവാലായിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ഈ മയ്യത്തിടണം എന്നാണ് ആര് പറഞ്ഞത്? ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ല പറഞ്ഞത്. എന്തുകൊണ്ട്? അതിനുള്ള ഊർജം അത് ഇമാം ഷാഫി റഹിമഹുല്ലയാണ്. അതാണ് ഷാഫി മദ്ഹബിൽ പഠിപ്പിക്കപ്പെട്ടതായ ആദർശം. ഈ നൂനിയയിലെ കവിതകൾ ഇമാം ഹുസൈൻ സലഫിക്ക് മറുപടി നൽകുമ്പോൾ അതിൻ്റെ ചില വരികൾ അത് ആരുടേതെന്ന് പറയാതെ അബ്ദുറഹ്മാൻ പേരോട് മുസ്ലിയാർ ചൊല്ലിയിട്ടുണ്ട്. സലഫിനോട് ഇത് ഒന്ന് കേട്ട അർത്ഥം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഷിർക്കും കുഫറും പറയുന്ന ഒരു മസാല പറഞ്ഞപ്പോൾ അപ്പം ഞാൻ സലഫിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞേ, സലഫി ആ കവിത പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്താലും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3-4 കവിത ഷാഫി മദ്ഹബുകാർക്കുള്ളത് വന്നാണ്ട് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞിരുന്നു. കാരണം ഇതാണ് ഷാഫി മദ്ഹബ്. കാരണം അയാൾ ആ പ്രസംഗിക്കുന്ന ആളാരാ? അള്ളാഹുവിന്റെ ഒലുവിനെ നിഷേധിക്കുന്ന ആളാണ്. അള്ളാഹു അർശിന് മീതെ എന്നുള്ളതിനെ നിഷേധിക്കുന്ന മനുഷ്യനാണ്. അവരെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ല ഈ പറയുന്നവരെ കൊല്ലണം, കൊന്നിട്ടോ മയ്യത്ത് കൊണ്ടുപോയിട്ട് ജബാലിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇടണം, അഹ്ലുൽ മില്ലയും അഹ്ലുൽ ദിമ്മയും അതിനാൽ ബുദ്ധിമുട്ടിലാകാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇമാം ഷാഫി റഹിമഹുല്ല പഠിപ്പിച്ച ആദർശത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇനി മറ്റൊന്ന്, ഒരിക്കൽ ഇമാം ഷാഫിയുടെ ശിഷ്യനായ റബീഅ ബിൻ സുലൈമാൻ, 2 ശിഷ്യന്മാരുണ്ട് റബീഅ ബിൻ സുലൈമാൻ എന്ന പേരിൽ. ഒന്ന് റബീഅ ബിൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ ജബ്ബാർ അൽ മുറാദി, മറ്റൊന്ന് റബീഅ ബിൻ സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ അസ്ദി. ഇതിൽ റബീഅ ബിൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ ജബ്ബാർ അൽ മുറാദിയാണ് അൽ ഉമ്മ് ഇമാം ഷാഫിയിൽ നിന്ന് കേട്ട് പകർത്തിയ പണ്ഡിതൻ. ഇമാം ഷാഫിയോട് ഒന്നുകൂടി അടുത്ത അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇമാം ഷാഫി റഹിമഹുല്ലയോടൊപ്പം ഇരിക്കുമ്പോൾ സഈദിൽ നിന്ന് ഒരു എഴുത്ത് വന്ന്, അപ്പർ ഈജിപ്തിൽ നിന്ന് ഇമാം ഷാഫിയുടെ അടുക്കലേക്ക്. അപ്പൊ ആ എഴുത്തിലുള്ളത് എന്താ? ഇമാമിനോടൊരു ചോദ്യമാണ്, മാ തഖൂൽ ഫി ഖൗലിഹി തആല കല്ല ഇന്നഹും അർ റബ്ബിഹിം ലമഹ്ജൂബൂൻ. ഇമാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അവിശ്വാസികൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം, അവർ അന്ത്യനാളിൽ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറക്കപ്പെടുന്നവരാകുന്നു. അള്ളാഹിനെ കാണാൻ കഴിയൂല, അള്ളാഹുവിനെ തൊട്ട് എന്ത് ചെയ്യും? അവർക്ക് മറയിടപ്പെടും എന്നാണ് ആയത്ത് അറിയിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നാണ് ഇമാം ഷാഫിയോട് ചോദ്യം. അപ്പൊ ഇമാം ഷാഫി റഹിമഹുല്ല പ്രതികരിച്ചു. എന്താ പറഞ്ഞത്? ഫബിഅന്ന ഹഉലാഇ ഹുജിബു ഫിർറിദ കാന ഹാദാ ദലീലൻ അന്നഹും യറൗനഹു ഫിർറിദ. ഒരു വിഭാഗം അള്ളാഹു അവരോട് ദേഷ്യപ്പെട്ടത് കാരണത്താൽ അവർ അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിന്റെ ദേഷ്യം അവിശ്വാസികൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത് ആയത്തിൽ. അപ്പൊ അള്ളാഹു പ്രീതിപ്പെടുന്നവർ അവർ അള്ളാഹുവിനെ കാണും എന്നാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അപ്പൊ അവിശ്വാസികൾ അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെടും, അപ്പൊ വിശ്വാസികൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ കാണും. ഇതാണ് ആയത്ത് അറിയിക്കുന്നത്. അപ്പൊ റബീഅ ബിൻ സുലൈമാൻ ചോദിച്ചു, വതഖൂലു ബിഹാദ, നിങ്ങളും ഇതാണോ പറയുന്നത്? അപ്പോൾ ഇമാം ഷാഫിഈ പറഞ്ഞു, ഹാദാ മാ അദീനുല്ലാഹ ബിഹി, എൻ്റെ ആദർശം, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സ്വീകരിച്ച ആദർശം അതും ഇതാകുന്നു. അള്ളാഹുവിനെ അന്ത്യനാളിൽ വിശ്വാസികൾ കാണും. പലരും അള്ളാഹുവിനെ ഒരു ഊർജ്ജ രൂപമായിട്ടാണ് സമർത്ഥിക്കാറ്. അള്ളാഹ്ക്കൊരു ഉണ്മയുള്ളതിനെ നിരാകരിക്കും വിധമാണ് അവരുടെ വർത്തമാനം. അശ്അരികൾ, ആ രോഗം നമ്മുടെ നാട്ടിൽ നന്നായി പരന്നിട്ടുണ്ട്, അള്ളാഹുവിനുള്ള പല സിഫത്തുകളെയും നിഷേധിക്കുന്നവരാണ്. അവർ അസിഫാത്തുൽ മാനവിയ എന്ന പേരിൽ 7 സിഫത്തുകളെ സ്ഥാപിച്ചു. അള്ളാഹ്ക്ക് 7 സിഫത്തുകൾ. എന്നിട്ടോ ബാക്കിയുള്ള സിഫത്തുകളെ അള്ളാഹുവിനെ അവർ നിഷേധിച്ചു. പ്രത്യേകിച്ച് അസിഫാത്തുൽ ഫഇലിയ, അള്ളാഹു അവന്റെ അർശിന് മീതെയാണ്, അള്ളാഹു സമാഉ ദുനിയയിലേക്ക് ഇറങ്ങും, അതേപോലെ അള്ളാഹുവിന്റെ റിദ, തൃപ്തി തുടങ്ങിയതായ അള്ളാഹുവിന്റെ കുറെ സിഫാത്തുകളെ അവർ
വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അവർ അപകടകരമായ വിധം വ്യാഖ്യാനിച്ച ഒരു വിശേഷണമാണ്, ഒരു വിഷയമാണ് അള്ളാഹുവിനെ അന്ത്യനാളിൽ കാണുക എന്നുള്ളത്. എന്താണ് ആ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പൗർണമി രാവിൽ സഹാബത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ചന്ദ്രനെ കാണുന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ കാണുന്നുണ്ട്, പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രൻ കാണുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖമറിനെ ചൂണ്ടി പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദാ ലാ തുദാമുന ഫി റുയതിഹി. ഈ പൗർണമിയെ നിങ്ങൾ കാണുന്നത് പോലെ അന്ത്യനാളിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. നിങ്ങൾ ആ റബ്ബിനെ കാണുമ്പോൾ നിങ്ങൾക്കൊരിക്കലും മറയിടപ്പെടുകയോ തടസ്സമുണ്ടാവുകയോ ചെയ്യില്ല. അவ்விധം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഏറ്റവും മികവുറ്റതാണ്. അള്ളാഹുവിനെ കാണിക്കും എന്നുള്ളത്, അള്ളാഹുവിൻ്റെ തിരുമുഖം കാണുക എന്നുള്ളത്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ കാണാം, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്തിനോട് പറയാണ്, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളോട് ചോദിക്കും, ഹൽ തുരീദൂൻ അൽ മസീദ്, നിങ്ങൾക്ക് ഇനി ഏറെ വല്ലതും വേണമെന്ന് ചോദിക്കും. അപ്പം സ്വർഗവാസികൾ പറയും, അലം തുബയ്യിദു വുജൂഹന വതുദ്ഖിൽനൽ ജന്ന വതുൻജീന മിനന്നാർ. അള്ളാഹുവേ, ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിലൂടെ നീ ഞങ്ങളുടെ മുഖങ്ങൾ വെളുപ്പിച്ചില്ലേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, ഇനി ഇതിൽ പരം എന്താണ് എന്നവർ അള്ളാഹുവിനോട് ചോദിക്കും. അപ്പോൾ അള്ളാഹു ചോദിക്കണം, നിങ്ങൾക്ക് ഏറെ എന്താണ് വേണ്ടത്? അപ്പോൾ ഇതന്നെ ഏറെയാണ്. അതായത് ഞങ്ങളുടെ മുഖം വെളുത്തു, ഞങ്ങൾ സ്വർഗത്തിലെത്തി, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹിജാബ് നീക്കപ്പെടും. അങ്ങനെ അവർ അള്ളാഹുവിനെ നോക്കും. ആ നോട്ടത്തിൽ അവർക്കുണ്ടാകുന്ന ആനന്ദവും നിർവൃതിയും സമാശ്വാസവും സംതൃപ്തിയും അതിനേക്കാൾ ഒന്നും അവർക്ക് അതുവരെ നൽകപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടും അത്രമാത്രം ആനന്ദദായകമായതൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അപ്പം അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അതിമഹത്തായ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങൾ പ്രസന്ന വദനങ്ങളായിരിക്കും, അവരുടെ റബ്ബിലേക്ക് നോക്കുന്ന മുഖങ്ങളായിരിക്കും അത് എന്നാണ്. അപ്പം അള്ളാഹുവിനെ നോക്കുക, അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ വളരെ മികച്ചതാണ്, കണ്ണിന് ആനന്ദകരമാണ്, മുഖത്തിന് പ്രസന്നതയാണ്. ഈ ഒരു മസ്അല, ഇതിനെ എങ്ങനെയാണ് അശ്അരികൾ കൈകാര്യം ചെയ്തത്, ഷാഫിയാക്കൾ എന്ന് പറയുന്ന അശ്അരികൾ കൈകാര്യം ചെയ്തത്? അവർ അള്ളാഹുവിന് ജിഹത്തിനെ നിഷേധിക്കുന്നവരാണ്. അവർ അള്ളാഹു ഇന്നൊരു ഭാഗത്ത് എന്നുള്ളത് നിഷേധിക്കുന്നവരാണ്. പിന്നെയോ അള്ളാഹു എല്ലായിടത്തും നിന്നാണ്, ഈശാവാസം ഇതം സർവം. ഈ രീതിയിലാണ് പലർക്കും പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസം. അള്ളാഹ്ക്കൊരു ജിഹ മുഅയ്യന, ഒരു നിർണിത ഭാഗമുണ്ട് എന്നുള്ളത് അവർ നിഷേധിക്കും. അപ്പൊ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ഹദീസിൽ വന്നല്ലോ. അള്ളാഹുവിനെ അവർ നോക്കി കാണും. എങ്ങനെ കാണും? പൗർണമിയെ കാണുന്നത് പോലെ നോക്കി കാണുന്നതാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഒരു ഭാഗമുണ്ടോ? ഒരു ഭാഗമുണ്ട്. അപ്പോൾ അശ്അരികൾ എന്ത് ചെയ്ത്, കേസറ്റ് നേരെ തിരിച്ചിട്ട് അവർ പറഞ്ഞത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, അത് ഹൃദയത്തിലുള്ള കാഴ്ചയല്ല, സ്വപ്നം കാണും പോലെ കാണുകയാണ്. എത്ര വലിയ അട്ടിമറി നടത്തിയ ഒരു വിഭാഗമാണ് അശ്അരികൾ. ആ അശ്അരികളുടെ ആദർശമാണ് ഇന്ന് ഷാഫിഈ മദ്ഹബുകാർ എന്ന് പറയുന്നവരുടെ ആദർശം എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാ പ്രഖ്യാപിച്ചത്, ചോദ്യം കൊടുത്തിട്ട്, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവിശ്വാസികൾ അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെടും എന്ന ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദേഷ്യം അവർക്ക് നേരെ ഉള്ളത് കാരണത്താലാണ് അവർ അള്ളാഹുവിനെ തൊട്ട് മറയിടപ്പെടുന്നത്. പഠിച്ചവനെ കാണുന്നുള്ള അനുഗ്രഹം അവിശ്വാസികൾക്കില്ല. എന്നാൽ തൃപ്തിയുടെ ഹാലിൽ അവസ്ഥയിൽ അള്ളാഹു തൃപ്തി കഴിയുമ്പോൾ വിശ്വാസികൾ അവർ അള്ളാഹുവിനെ കാണും എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞത്. അതാണ് എൻ്റെ ആദർശമെന്ന് ശിഷ്യനായ റബീ ഇബ്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ ജബ്ബാർ അൽ മുറാദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇമാം ഷാഫി റഹിമഹുല്ലാ പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പം നോക്കി നിങ്ങൾ, ഷാഫി മദ്ഹബ് അല്ലെങ്കിൽ ഇമാം ഷാഫി റഹിമഹുല്ലാ പഠിപ്പിച്ചതായ ഉസൂൽ, അടിസ്ഥാനം, അതിൽ നിന്ന് ആദർശ രംഗത്ത് വരെ എത്ര വിദൂരതയിലാണ് പല ഷാഫിയാക്കളും എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ വേറെയും ധാരാളം വിഷയങ്ങൾ ഉണ്ട്, ആദർശപരമായി, വിശ്വാസപരമായി, അതേപോലെ കർമ്മപരമായി. അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇമാം ഷാഫി റഹിമഹുല്ലയിൽ നിന്ന് ശിഷ്യൻ സുലൈമാൻ ഇബ്നു റബീഅ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ യമീൻ
യമീനും ബിഗൈരില്ല, അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ള സത്യം. അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും സത്യം ചെയ്ത ഒരാൾ ലംഘിച്ചാൽ അയാൾ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു. സത്യം ചെയ്ത് ലംഘിച്ചാൽ, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ലംഘിച്ചാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, കഅബയാണ് സത്യം, പിതാവാണ് സത്യം തുടങ്ങിയ സത്യങ്ങൾ ഒരാൾ ചെയ്തിട്ട് ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പ്രായശ്ചിത്തമില്ല എന്ന് പറഞ്ഞ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ അത് മൻഹിയുൻ അൻഹ, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. മക്രൂഹത്തുൻ, അത് മക്രൂഹാണ്. മക്രൂഹ് എന്ന് പറഞ്ഞാൽ പൂർവ്വകാലത്ത് അതിൻ്റെ അർത്ഥം നിഷിദ്ധം എന്നുള്ളതാണ്. ഹറാം എന്ന അർത്ഥത്തിലാണ് അവർ കറാഹത്ത് എന്ന് പ്രയോഗിക്കുക. ഇത് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു. എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ല അതിന് തെളിവ് ഉദ്ധരിച്ചു. എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബിആബായിക്കും ഫമൻ കാന മിൻകും ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് ഔ ലയസ്കുത്. നിങ്ങളിൽ വല്ലവരും സത്യം ചെയ്യുകയാണ് എങ്കിൽ അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കട്ടെ. പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുതേ, അള്ളാഹു അത് നിങ്ങളോട് വിരോധിക്കുകയാണ്. ഇതാണ് ഇമാം ഷാഫി റഹിമഹുല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിനെ മുൻനിർത്തിയിട്ട് പഠിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഷാഫിയാക്കൾ എന്ന് പറയുന്നവർ സത്യം ചെയ്യുമ്പോൾ ആരെ കൊണ്ട് സത്യം ചെയ്യലുണ്ട്? എല്ലാ ശുഹദാക്കളും സത്യത്തിന് അവർക്ക് വിഭവങ്ങളാണ്. നേർച്ചക്കാരെ വിളിച്ച്, ശുഹദാക്കളെ വിളിച്ച്, ജാറത്തിലുള്ളവരെ വിളിച്ച് സത്യം ചെയ്ത് കാര്യങ്ങൾ ഉറപ്പിക്കുന്ന ഷാഫിയാക്കളെയാണ് ലോകത്ത് പലയിടത്തും കാണുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അള്ളാഹ് എന്ന് വിളിച്ച് സത്യം ചെയ്യുവാൻ ഒരു പ്രശ്നം കാണാത്ത ആളുകൾ, ഷാഫിയാക്കൾ എന്ന് പറയുന്നവർ, ഒരു ജാറത്തിൻ്റെ അടുത്ത് പോയിട്ട് ആ ജാറത്തിലുള്ളവനെ വിളിച്ചിട്ട് അയാളുടെ കുരുത്തം പൊരുത്തത്തിൽ അടിസ്ഥാനത്തിൽ സത്യം ചെയ്യുമ്പോൾ അതിൽ ബേജാറാകുന്നത് കാണാൻ സാധിക്കും. അതിലൊരു പ്രയാസമാണ്. കാരണം അയാളുടെ കുരുത്തക്കേട് തട്ടും സത്യം ചെയ്ത് ലംഘിച്ചാൽ എന്നതിനാലാണ്. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്നാൽ വല്ലാഹി വല്ലാഹി എന്ന് പറയാനോ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇമാം ഷാഫി റഹിമഹുല്ല പഠിപ്പിച്ചതായ ആദർശം അത് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ അത് പാടില്ലാത്തതാണ്, വിരോധിക്കപ്പെട്ടതാണ്, അത് മക്രൂഹത്താണ് എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല പഠിപ്പിക്കുകയുണ്ടായത്. ഇതേപോലെ ധാരാളം വിഷയങ്ങൾ ഖബറുകളുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫി റഹിമഹുല്ല പഠിപ്പിച്ച ആദർശം എന്താ? കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറിടം അത് ഞാൻ മുജസ്സസത്തായിട്ട് കണ്ടിട്ടില്ല എന്നാണ്. മുജസ്സസത്ത് എന്ന് പറഞ്ഞാൽ കുമ്മായിട്ടത് അല്ലെങ്കിൽ സിമന്റ് ഇട്ടത്. അങ്ങനെ ഖബറിടം അൻസാരികളുടേതില്ലായിരുന്നു, മുഹാജിറുകളുടേതുമില്ലായിരുന്നു. പിന്നെയോ ഖബറിടം കെട്ടിപ്പൊക്കരുത്, അത് കുമ്മായമിടപ്പെടരുത്. ഖബർ അടക്കുമ്പോൾ ഖബർ കുഴിക്കുവാൻ അതിൽ നിന്ന് പുറത്തെടുത്ത മണ്ണല്ലാതെ ഏറെ മണ്ണിടരുത്, ഒരു ചാണിലേറെ ഖബർ ഉയർത്തപ്പെടരുത്. ഇതൊക്കെയാണ് ഇമാം ഷാഫി റഹിമഹുല്ല പഠിപ്പിച്ചതായ ആദർശം. ഇന്ന് ഷാഫിയാക്കൾ ഖബർ വ്യവസായികളാണ്. ഷാഫിയാക്കൾ എന്ന് പറയാൻ പറ്റില്ല, ഷാഫിയാക്കൾ എന്ന് ജൽപ്പിക്കുന്നവർ. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഖബറിനെ കുറിച്ച് ഖുറാഫയിൽ ഇമാം ഷാഫി റഹിമഹുല്ല മറമാടം, അദ്ദേഹത്തിന്റെ പേരിൽ കുറെ ഖബറുകൾ ഉണ്ട് എന്ന് കേട്ട്. ഏതായാലും അതിൽ അദ്ദേഹത്തിന്റെ ഖബർ എന്ന പേരിൽ ഉള്ള ഖബർ ഷെയ്ഖ് മംദൂഹുൽ ഹറബിയുടെ ഒരു പ്രസംഗത്തിൽ അബറാത്തുൻ തുസ്കബ് അല തൗഹീദ് എന്ന് പറയുന്ന തൗഹീദിന്റെ പേരിൽ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ കണങ്ങൾ എന്ന പേരിലൊരു കേസറ്റ്, അതിൽ മംദൂഹുൽ ഹറബി ഈ ജാറങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയതിന് ശേഷം ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഈജിപ്തിൽ. എന്നിട്ട് അതിലേക്ക് ഒരു വർഷം 50,000 അപേക്ഷകളാണ് വരുന്നതെന്നാണ് ജാറത്തേക്ക്. എന്താ അപേക്ഷ? യാ മദദ് എന്ന് പറഞ്ഞിട്ട് ഇമാം ഷാഫിയെ വിളിച്ചു തയ്യാറാക്കുന്ന അപേക്ഷ. പ്രശ്നങ്ങൾ തീർക്കാൻ, ആഗ്രഹങ്ങൾക്ക് സഫലീകരണം ഉണ്ടാകാൻ, ഉദ്ദേശലബ്ധിക്ക് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചുകൊണ്ട് നടത്തുന്നതാണ് 50,000-ലേറെ ഒരു വർഷം വരുന്നത് എന്നാണ്. അപ്പൊ നോക്കി നിങ്ങൾ, ആ മഹാൻ പഠിപ്പിച്ച ആദർശം എവിടെ? ആ ആദർശത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ അവർ എവിടെ? കേരളക്കരയിൽ എത്ര ഖബറുകളാണ് കെട്ടിയുയർത്തപ്പെട്ടതായിട്ടുള്ളത്? അവിടെ നേർച്ചകൾ നടക്കുന്നു, ഉറൂസുകൾ നടക്കുന്നു, ആനവരവും അതേപോലെ തന്നെ വെടിമരുന്ന് പ്രയോഗവും, അവിടെ പലവിധ പരിപാടികളും അരങ്ങ് തകർക്കുന്നു. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതെന്താ? മുഹാജിറുകളുടെയും അൻസാരികളുടെയും ഖബറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അത് മുജസ്സത്തായിട്ടല്ല എന്നാണ് പറഞ്ഞത്. മുസ്ലിയാക്കന്മാർ പറയാറുള്ളത്, ഇപ്പോൾ
ഇവിടൊക്കെ ജാറങ്ങൾ കെട്ടിപ്പൊക്കിയതായിരുന്നു, ഉയർത്തപ്പെട്ട ഖബറുകളായിരുന്നു. പക്ഷെ അതൊക്കെ വഹാബികൾ വന്നിട്ട് അടിച്ചു നിരപ്പാക്കിയതാണെന്നാണ് അപ്പൊ ഇമാം ഷാഫി കിതാബിൽ മുമ്പ് പറഞ്ഞതാ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ കുറിച്ച് വരെ താബിഈങ്ങൾ പറഞ്ഞത് ഷാഫിയാക്കളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി അൽ ഖാസിം എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ ഖബർ കണ്ടിട്ട് പറയുന്നുണ്ട്, ലാ മുശ്രിഫത്തിൻ വലാ ലാതിയത്തിൻ മബ്തുഹത്തിൻ ബിബുത്ഹാഇൽ ഉർസത്തിൽ ഹംറ, കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളല്ല, കുഴിഞ്ഞു പോയ ഖബറുകളുമല്ല, പിന്നെ വെളുത്ത ചെരൽക്കല്ലുകൾ പാകിയിട്ട 3 ഖബറുകൾ ഞാൻ കാണുകയുണ്ടായി എന്നാണ് അൽ ഖാസിം ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ മഹാൻ പറയുന്നത്. അതുവരെ ഷാഫിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നിട്ട് ആ ഷാഫിയാക്കൾ എന്ന് പറയുന്നവരാണ് ഇന്ന് ജാറത്തിന്റെ ചിത്രമായിട്ട് കിടക്കുന്നത്. 3 ജാറങ്ങൾ, തലയിക്കെട്ടും കെട്ടിയ ഒരു ഖബറും എഴുന്നടുക്കെ. ഇത് റസൂലുള്ളാഹിന്റേതാണ്, അബൂബക്കർ റളിയല്ലാഹുവിന്റേതാണ്, ഉമർ റളിയല്ലാഹുവിന്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് കിതാബുൽ ഉമ്മിൽ പറയാണ്, ഉമറാക്കൾ ഉയർത്തപ്പെട്ട ഖബറുകളെ നിരപ്പാക്കുമായിരുന്നു, ഫുഖഹാക്കൾ അതിനെ എതിർക്കുമായിരുന്നില്ല എന്നാണ്. കാരണം എന്താ? അതാണ് ദീൻ എന്നുള്ളത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൽപ്പിച്ചിട്ടുണ്ട്. ലാ തദ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളെ നിരപ്പാക്കാനും അതേപോലെ പ്രതിമകളെയും വരകളെയും അതിനെ മായ്ക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ എതിർക്കാതിരുന്നത് എന്നുള്ളതാണ്. കുറെ വിഷയങ്ങളാണ്, ചിലതിലൂടെ മാത്രമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഷാഫി മദ്ഹബിൽ അദ്ദേഹത്തിന്റെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ ഇമാം നവവിയും അതേപോലെ ഇമാം റാഫിഈയും പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളാണ്. നമ്മൾ ഷാഫി മദ്ഹബിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഈ 2 പേരുകൾ വിട്ടുപോയി, അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഓർമ്മയായി. എന്താ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലേക്ക് ചേർക്കപ്പെടുന്ന ഈ മദ്ഹബിൽ ഇമാം നവവിയുടെയും ഇമാം റാഫിഈയുടെയും സ്ഥാനം? ഇമാം നവവി യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി, ഇമാം റാഫിഈ അബ്ദുൽ കരീം ഇബ്നു മുഹമ്മദ് അൽ ഖസ്വീനി അർ-റാഫിഈ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന ഈ മദ്ഹബിൽ പണ്ഡിതന്മാരും അതിലെ പ്രമുഖന്മാരും വിവിധ തട്ടുകളിലാണ്. ഒരു വിഭാഗം മുജ്തഹിദ് മുത്ലഖ്, മറ്റൊരു വിഭാഗം മുജ്തഹിദ് മുൻതസിബ്, മറ്റൊരു വിഭാഗം അസ്ഹാബുൽ വുജൂഹ്, 4ാമത്തെ വിഭാഗം അവരാണ് മുജ്തഹിദുൽ ഫത്വ നൽകുവാൻ ഔദ്യോഗിക സ്ഥാനമുള്ളതായ മുജ്തഹിദ്. അത് 2 പേരാണ് ഷാഫി മദ്ഹബിൽ. ഒന്ന് ഇമാം അർ-റാഫിഈ അബ്ദുൽ കരീം ഇബ്നു മുഹമ്മദ് അൽ ഖസ്വീനി അർ-റാഫിഈ റഹിമഹുല്ലാ 558 മരണപ്പെട്ട. രണ്ടാമത്തേത് നവവി, ഇമാം യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ആദ്യം റാഫിഈയാണ്, പിന്നെയാണ് നവവി. ഇത് 2 പേരും ഒത്താൽ അത് ഷാഫി മദ്ഹബിൽ സ്വീകരിക്കപ്പെടുന്ന ഫത്വയാണ്. ഇമാം റാഫിഈയും നവവിയും അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഇമാം നവവിയാണ് മുന്തിപ്പിക്കുക. അതാണ് ഭൂരിപക്ഷത്തിന്റെ നിലപാട്. ഈ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന് നമ്മുടെ നാട്ടിൽ വിശിഷ്യ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ പ്രകടനം പോകും പോലെയാണ് പോവുക. മത്സരിച്ചാണ് അവര് ലാ ഇലാഹ ഇല്ലല്ലാഹു ദിക്റും ചൊല്ലുക. എന്താ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? എന്താ ഇമാം നവവിയുടെ ഫത്വ? അസ്സഹീഹുൽ മുഖ്താർ, സഹീഹായതും തെരഞ്ഞെടുക്കപ്പെട്ടതുമായ അഭിപ്രായം എന്ന് പറഞ്ഞ് ഇമാം നവവി റഹിമഹുല്ലാ ഈ പ്രകടനം നടത്താനാണ് പറഞ്ഞത്. മയ്യത്തുണ്ടാവുമ്പോ ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞത്, വഅലം അന്ന സഹീഹൽ മുഖ്താർ മാ കാന അലൈഹി സലഫ്, ജനാസയുടെ അടുക്കൽ സലഫുകൾ സ്വീകരിച്ചിരുന്നതായ ആദർശം അതാണ് സഹീഹായതും തെരഞ്ഞെടുക്കപ്പെട്ടതും. ഇത് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? അസ്സുകൂത്ത് ഹാലത്ത് സൈരി മഅൽ ജനാസ, ജനാസയുമായിട്ടുള്ള സഞ്ചാരവേളയിൽ നടത്തത്തിന്റെ അവസരത്തിൽ മൗനം ദീക്ഷിക്കുക, അതായിരുന്നു സലഫിന്റെ നിലപാട്, അതാണ് സഹീഹായ നിലപാട്, അതാണ് മുഖ്താറായ നിലപാട് എന്നാണ്, തെരഞ്ഞെടുക്കപ്പെട്ട നിലപാട് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്നിട്ട് അതിന്റെ കാരണവും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഫലാ യുർഫഉ സൗത്തുൻ ലാ ബിഖിറാഅത്തിൻ വലാ ബിദിക്രിൻ